ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു കിടിലൻ അപ്ഡേറ്റ് ആണ്. എന്താ പറയുക, ജനനായകൻ ട്രെയിലർ ഞാൻ കണ്ടു. കുറച്ച് ലേറ്റായി പോയി. അതിന് മുമ്പ് ഗമഗമ എല്ലാവരും ഇട്ടിട്ടുണ്ടാവും. അതായത് വലിയ യൂട്യൂബറൊക്കെ ഇല്ലേ, നമ്മളൊരു ചെറിയ യൂട്യൂബർ ആയതുകൊണ്ടാണ് എന്താ പറയുക വല്ലപ്പോഴൊക്കെ ഇടുള്ളൂ. കാരണം നമുക്ക് അരി പണിക്ക് പോടാ, അരി മേടിക്ക് അത് ഇല്ലാത്തതുകൊണ്ടാണ്. എനിക്ക് ജോലിയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ജനനായകൻ എത്ര 27 മില്യൺ കയറിയോ? ഞാൻ കണ്ടു. 27 മില്യൺ കയറി എന്ന് പറഞ്ഞാൽ എന്താന്ന് കോപ്രായം എന്താന്ന് കാണാൻ വേണ്ടി കയറിയാണ്. വിജയുടെ ലാസ്റ്റ് പടം എനിക്ക് നിരാശയുണ്ട്. ഈ ട്രെയിലർ കണ്ടപ്പോൾ ഭഗവത് കേസരിയുടെ റീമേക്കാണ്. പക്ഷേ ഇത്രക്കും എന്താ പറയുക ഗമഗമായ ട്രെയിലർ ഞാൻ കണ്ടിട്ടില്ല. കാരണം അതിലെന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. ആകെ എനിക്ക് ഒറ്റ സാധനം മാത്രം ഇഷ്ടപ്പെട്ടു. ആ ഒരു തീപ്പന്തം വെച്ചിട്ട് ഒരു വിജയ് നടന്നു വന്നത് തീപ്പന്തം വെച്ചിട്ട്. അതല്ലാണ്ട് ബാക്കിയൊക്കെ അലമ്പെന്ന് പറഞ്ഞാൽ അലമ്പാണ്. പിന്നെ ഇതിൽ ഏറ്റവും കോമഡി എന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളത്തിലെ എന്താ പറയുക അത്യാവശ്യം എനിക്കിഷ്ടമാണ് മമിത ബൈജു. അത്യാവശ്യം നല്ല അവർ ഒരു എന്താ പറയുക നല്ലൊരു ക്യാരക്ടർ ഇപ്പോൾ ചെയ്ത് വന്ന മമിത ബൈജുവിനെ മെൻഷൻ ചെയ്തില്ല. അതായത് ജനനായകൻ ഒഫീഷ്യൽ ട്രെയിലർ അത് ഇവിടുത്തെ യൂട്യൂബർമാർ പറഞ്ഞിട്ടെടുത്ത് ഭയങ്കര മോശമായി പോയിട്ടത്. അതങ്ങനെ കാണിക്കാൻ പാടില്ല. മലയാളികൾക്ക് തന്നെ അഭിമാനമാണ് ഗായ്സ്. ജനനായകൻ ഒഫീഷ്യൽ ട്രെയിലർ ദളപതി വിജയ് അതുണ്ടാവുമല്ലോ. പൂജ ഹെഡേക്ക് പിന്നെ എച്ച് വിനോദ് ഡയറക്ടർ, അനിരുദ്ധ് മ്യൂസിക്, KVN പ്രൊഡക്ഷൻ. ഇതിൽ മമിത ബൈജുവിൻ്റെ പേര് ഇല്ല. അപ്പം ഞാനത് കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയല്ല വീഡിയോ ഇട്ടത്. അതൊരു മോശമായി പോയി. മമിത ബൈജുവിന് കൊടുത്തതെന്നാണ്. ആ ട്രെയിലർ മൊത്തം പൂജ എന്ന് പറഞ്ഞാൽ ഹെഡേക്കിനെ ഒരു ചെറിയ രീതിയിൽ പോകണം. പക്ഷെ അതിനേക്കാളും എനിക്കൊന്ന് മമിത ബൈജുവിന് നല്ല സ്പേസ് കൊണ്ട്. പിന്നെ ഈ ട്രെയിലറിൽ തന്നെ തമ്പനെ കൊടുത്തേക്കണ ഒരു പാവ പിടിച്ചിരിക്കണല്ലേ, അതായിരിക്കും തോന്നുന്നു. ഇതായിരിക്കണം അപ്പോൾ അത് ഗമഗമല്ലേ ഗായ്സ്. ഇവിടെയുള്ള യൂട്യൂബർമാർ കണ്ടില്ലേ, എന്ത് കാണാനാണ്. സാധനം വന്നു കഴിഞ്ഞാൽ അങ്ങനെ മാർക്കറ്റിംഗ് തന്ത്രമല്ലേ. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് പടം ഗമഗമ ആയി പോകുന്നൊരു ചെറിയൊരു ടെൻഷൻ. കാരണം 6 മണിക്കാന്ന് തോന്നുന്നു ഫാൻ ഷോ ബുക്ക് ചെയ്തേക്കണം. അത് എറണാകുളം സവിതയാണോ സരിതയെന്ന് എനിക്കറിയില്ല. ഇതിലേതിലും ഒരെണ്ണമാണ്. കൂട്ടുകാരനെ ബുക്ക് ചെയ്തതല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും കണ്ടിട്ട് പറയാം. ഇതിൻ്റെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതിൻ്റെ റിയാക്ടിങ് ഇടും വീഡിയോ. പക്ഷേ ഞാൻ ആലോചിച്ചു ഈ ഭഗവത് കേസരിയുടെ റീമേക്ക്. ഞാൻ ആ സിനിമ ഒരു ദുരന്തമാണെങ്കിൽ എനിക്ക് അങ്ങനത്തെ പടങ്ങൾ കാണാൻ താല്പര്യമില്ല. ആകെ കണ്ടേക്കണമെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇറങ്ങി ഈ പറഞ്ഞ എന്താ പറയുക ഈ മഹേഷ് ബാബുവിൻ്റെ ഒരു പടം ഇറങ്ങിയായിരുന്നു. ആ പടമൊന്നും കണ്ടത് അല്ലാണ്ട് ഞാനിങ്ങനെ ഗമഗമ കാണാറില്ല. അപ്പം അതുകൊണ്ട് അശ്വന്ത് ഗോക്ക് റിയാക്ട് ചെയ്തില്ല. പുള്ളിക്കറിയാലോ, പുള്ളിക്കൊരു വരുമാനം ഉണ്ടല്ലോ. 9-ാം തീയതി ആകുമ്പോൾ വിജയനെ അടിച്ച് കീറാൻ വേണ്ടി പുള്ളി ചെയ്യാൻ പോണൊരു പരിപാടി. പക്ഷെ എന്ത് പറയാനാണ്, അതിലുള്ള സാധനം ഉണ്ടെന്ന് ഇതിൽ എന്ന് പറഞ്ഞാൽ ഐ ആം വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഈ സാധനം ഇതൊക്കെ എന്തിനാണത്? ഞാൻ ഒരു എച്ച് വിനോദ് എന്ന് പറഞ്ഞ ഡയറക്ടറിനെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പലർക്കും അറിയില്ല. എച്ച് വിനോദ് അടിച്ചു നോക്ക്, ഏത് വിക്കിപീഡിയയിലോ ഒന്ന് അടിച്ചു നോക്ക് പുള്ളി ചെയ്ത സിനിമ ഏതാണെന്ന്. നേർക്കൊണ്ട പാർവൈ ഹിറ്റാണ്. അത് റീമേക്ക് ആണെങ്കിൽ അത് അടിപൊളിയായിട്ട് ചെയ്ത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ തീരൻ പേടിപ്പിച്ച പടം. നമ്മൾ 2017 ഇറങ്ങണം തീരൻ എന്ന് പറഞ്ഞ കാർത്തിക്കിൻ്റെ പടം. പിന്നെ തുനിവ്, പിന്നെ വലിമൈ, ഇതിൻ്റെയൊക്കെ ഡയറക്ടറാണ്. അതൊക്കെ പുള്ളിക്ക് പണി അറിയാം. അങ്ങനെയുള്ള ഒരു ഡയറക്ടർ എന്തിനാണ് ഈ ഭഗത് കേസരിയുടെ റീമേക്കും മണ്ണാറൊക്കെ ആയിട്ട് ചെയ്യണത്? ഭഗത് കേസരിയുടെ റീമേക്ക് ആയിട്ട് ചെയ്യണത് നല്ലൊരു ഫ്രഷ് സാധനം ചെയ്താൽ പോരെ? ലാസ്റ്റ് ട്രിബ്യൂട്ട് കൊടുത്താൽ പോരെ? ആ BGM അതിൽ അനിരുദ്ധ് നല്ല മാക്സിമം എന്താ പറയുക പടച്ചിട്ടുണ്ട്. അത് നമുക്ക് ആ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും. ഇനി തിയേറ്ററിൽ കാണുമ്പോൾ ഭയങ്കര ഓളായിരിക്കും BGM. ചിലപ്പോൾ എനിക്കൊന്ന് BGM വെച്ചായിരിക്കും പടം പിടിച്ച് നിർത്തണത്. നമ്മൾ ഈ ട്രെയിലറിൽ കണ്ട സാധനമായിരിക്കും നമ്മൾ സ്ക്രീനിൽ പടം കാണുമ്പോൾ കിട്ടാൻ പോകുന്നത്. വേറെ ഒന്നുമില്ലല്ലോ പുതിയത്. ഐ ആം വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഐ ആം വെയിറ്റിങ്ങിന് പകരം ഐ ആം കമ്മിങ്. ഞാൻ പറഞ്ഞ ഒരു തീപ്പന്തം വെച്ച സംഭവം വന്നിട്ടുണ്ട് ആ തുടക്കത്തിൽ തന്നെ. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഒഴിച്ച് ബാക്കിയൊന്നും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ BGM എനിക്ക് ഇഷ്ടപ്പെട്ടു ട്രെയിലറിൽ, അത് കൊള്ളാം. പിന്നെ ഈ പറഞ്ഞ മമിത ബൈജുവിൻ്റെ അതൊന്ന് മെൻഷൻ ചെയ്താൽ മതി ട്രെയിലർ. കാരണം ട്രെയിലറിൽ മമിത ബൈജു ഉണ്ടല്ലോ.
ഈ പൂജയെക്കാളും എന്താ പറയുക മമിത ബൈജു അതിലുണ്ട്. അപ്പോൾ അത് മെൻഷൻ ചെയ്തില്ല. ഇവന്മാർ ഇങ്ങനത്തെ ഒരു പരിപാടി മലയാളികൾ അല്ലേ, അതുകൊണ്ടായിരിക്കും മലയാളികളായതുകൊണ്ടായിരിക്കും ഇങ്ങനെ സൈഡ് റോളൊക്കെ ചെയ്ത് ഇങ്ങനെ ഇതാക്കണത്. നമുക്കുണ്ടല്ലോ മലയാളത്തിൽ പടങ്ങൾ പിടച്ച് പൊളിക്കാലോ, ഇനിയും വന്ന സിനിമകളുണ്ടല്ലോ നമുക്ക് ക്ലാസ് പടം പോരെ. അപ്പോൾ എന്താ പറയുക, തമിഴും പോലെയല്ല നമുക്ക് മലയാളത്തിലും പൈസ മുടക്കി. പക്ഷേ ഇതെന്ന് മലയാളത്തിൽ പൈസ മുടക്കി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്യൂ വരും. ഇതേപോലത്തെ പടം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഇത്ര കോടിക്ക് ഈ ജനനായകൻ 300 കോടിക്കൊക്കെയാണ് പിടിച്ചേക്കണേ. ഇത് കളക്ട് ചെയ്യാൻ പോണത് 1000 കയറും. 1000 കയറി നമുക്ക് പറയാമായിരുന്നു. ഇത്ര പൈസ മുടക്കിയിട്ട് ഇങ്ങനെ ഡൗൺ ആക്കണ കോടി ക്ലബും പിന്നെ എലിമുരുകൻ എന്നൊക്കെ പറഞ്ഞ ചിലവർ. എലിമുരുകനാണ് എലിമുരുകൻ 100 കോടി ക്ലബിക്കുക. അത് അന്നത്തെ ആ ഒരു വിഷ്വൽ ട്രീറ്റ് ആയതുകൊണ്ടും എന്താ പറയുക ഫൈറ്റ് അങ്ങനത്തെ ആയതുകൊണ്ടാണ് ആ പടം എലിമുരുകൻ എന്ന് പറയുന്നത് പുലിമുരുകൻ ഹിറ്റായത്. അല്ല എലിമുരുകൻ എന്ന് ചിലവർ പറയണത്. എങ്കിലും ലാസ്റ്റ് പടം ഒരു ആലിയുടെയോ ഒരു ലോകേഷിൻ്റെയോ പണ്ണലല്ല എച്ച് വിനോദിൽ കാണിച്ചു വെച്ചാണ്. മിക്സഡ് ആയിട്ടുള്ള സംഭവമാണ്. എന്തായാലും കണ്ടാലാണ് ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആണോ അല്ലെങ്കിൽ ദുരന്തമാണോ രക്ഷകനാണോ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ലാസ്റ്റ് പണ്ണ് ഇങ്ങനെ ആണെങ്കിൽ വിജയിൻ്റെ എന്താ പറയുക വെറുപ്പിച്ചിട്ടായിരിക്കും വിജയ് പോകുന്നത്. സത്യം പറയാമല്ലോ, ഇത് എടുത്ത് പറയണം. കാരണം വിജയിനെയൊക്കെ നമ്മൾ അത്രയ്ക്കും ഇഷ്ടമുള്ള ഒരു നടനാണ്. ലാസ്റ്റ് ഇറങ്ങി തുപ്പാക്കി, പിന്നെ അതിനുശേഷം ഈ ആറ്റിയുടെ ബിഗിലിറങ്ങി. അതൊക്കെ നല്ലൊരു ഹിറ്റ് സിനിമയാണ്. വെറൈറ്റി സബ്ജക്റ്റായിട്ട് വന്നിട്ട് നമുക്ക് ഒരു എന്താ പറയുക കാണുമ്പോൾ തന്നെ ഒരു ഇതാണ് ആ രായപ്പൻ്റെ ക്യാരക്ടർ. ഇത് ഒരു റീമേക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള നടൻ ഒന്നാനെ വിജയ് രക്ഷകനാന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം.